എല്ലാവർക്കും VMS ടാക്കീസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം നിഗൂഢതകൾ നിറഞ്ഞ ഒരു ഷോയാണ്. ഈ ഷോയെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഷോയ്ക്ക് ഇലുമിനാറ്റിയുമായി ഉണ്ടോ? നമുക്ക് നോക്കാം. ഈ ഷോ സത്യത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1999 നെതർലാൻഡിൽ നിന്നാണ്. ജോൺ ഡിമോൾ ജൂനിയർ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഷോ തുടങ്ങണം. അതിനുള്ള ഒരു ഐഡിയ തപ്പി നടക്കുമ്പോഴാണ് പുള്ളി ജോർജ് വെൽ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു ബുക്ക്, ആ ബുക്കിൻ്റെ 1984 എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ആ ബുക്ക് പുള്ളിയുടെ കൈ കിട്ടിയത്. ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ബുക്ക് എഴുതിയ വർഷം 1949 ആണ്. അന്ന് ഈ ജോർജ് ഓർവെൽ എന്ന് പറയുന്ന ആൾ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട് 1984 ഈ ലോകം കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഒരു ശക്തിയായിരിക്കും. ആ ശക്തി വെച്ച് ജനങ്ങളെ ഓരോരുത്തരായിട്ട് ഓരോരോ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത് കൺട്രോൾ ചെയ്യുമെന്ന് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ തീം അനുസരിച്ചാണ് ഈ ഷോ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഷോ. വ്യത്യസ്തരായ ആളുകളെ കൊണ്ടുവന്ന് അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു ഷോയുടെ ഒരു തീം എന്ന് പറയുന്നത്. അതിനനുസരിച്ചാണ് 1999 ഈ ഷോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് ഇലുമിനാറ്റിയുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഉണ്ടെന്നും ഒരുപാട് ആൾക്കാർ പറയുന്നു, ഇല്ലെന്നും പറയുന്നു. പക്ഷേ റെഫറൻസുകൾ വച്ച് ഇലുമിനാറ്റിയുമായി ഈ ഷോയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് കരുതേണ്ടത്. കാരണം ഈ ഷോ, ആ ബുക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ബുക്ക് വന്ന് 1984 എന്നുള്ള ഒരു ബുക്ക്, അതിൽ നിന്നാണ് ഈ ഐഡിയ എടുത്തത്. പക്ഷേ ആ ബുക്കിൻ്റെ കവർ പേജ് ഒരു ഐയുടെ സിമ്പലുണ്ട്. മാത്രമല്ല അതിനകത്ത് ഇലുമിനാറ്റിയെ പറ്റി പറയുന്നുണ്ട്. 1949 എഴുതിയ ബുക്കിൽ ഇലുമിനാറ്റിയെ പറ്റി പറയുന്നുണ്ട്. 1984 ലോകത്ത് ഇലുമിനാറ്റി അല്ലെങ്കിൽ ഒരു അദൃശ്യ ശക്തി ലോകം കൺട്രോൾ ചെയ്യും. ഒരു ക്യാമറ പോലെ, ഒരു ഐ പോലെ ലോകത്ത് എവിടെയെങ്കിലും നിന്ന് കൺട്രോൾ ചെയ്യും. ഈ ഗവൺമെൻറ്റൊക്കെ എങ്ങനെ ഭരിക്കണമെന്നൊക്കെ അവർ തീരുമാനിക്കും. മാത്രമല്ല ജനങ്ങൾക്കെല്ലാം ഓരോ നമ്പർ കൊടുക്കും. ഈ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിനെ വച്ച് അവർ കൺട്രോൾ ചെയ്യുമെന്നൊക്കെയാണ് ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് സംഭവിച്ചതും. ഇപ്പം വിദേശത്തൊക്കെ അങ്ങനത്തെ ഒരു നമ്പർ 1984 കൊടുത്തിട്ടുണ്ട്. SSN എന്ന് പറയും, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. ഓക്കെ, അപ്പം അങ്ങനെ ആ നമ്പർ വെച്ച് കൺട്രോൾ ചെയ്യുമെന്നൊക്കെയാണ് ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയും അതുപോലെയാണ്. നമുക്കറിയാം, ഒരു വീട്ടിനകത്ത് വ്യത്യസ്തരായ കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷോയാണ്. ഒരിക്കലും ഒരു പോസിറ്റീവ് കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഷോ അല്ല ബിഗ് ബോസ്. അതുപോലെ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ 3 തരം ആൾക്കാരുണ്ട്. 1, ദൈവത്തിനെ വിശ്വസിക്കുന്നവർ. 2, ദൈവത്തിനെ വിശ്വസിക്കാത്തവർ. 3, ദൈവത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ശക്തിയെ വിശ്വസിക്കുന്നവർ. അതായത് സാത്താനെയും അതുപോലെ ഭൂതത്തിനെയും ഡ്രാക്കുളയും ഇങ്ങനെയൊക്കെയുള്ള സംഭവം, അതായത് ആഭിചാര ക്രിയകൾക്കൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ 3ാമത്തെ കാറ്റഗറി പെടുന്നതാണ്.